ആ ഒരു വാചകം തന്നെ രാഷ്ട്ര നേതാവായിട്ടും മത നേതാവായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ മോദിയെ വിമർശിക്കുന്നവർ വിമർശിക്കുന്നത് രാഷ്ട്രീയം മാത്രമല്ല, ഒരു വിശ്വാസത്തെ വിമർശിക്കുന്നത് തുല്യമാകാം, മതത്തെ വിമർശിക്കുന്നതിന് തുല്യമാകാം. ആ രീതിയിലുള്ള ഒരു അപകടം ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കാണുന്നുണ്ടാകാം. അപ്പോൾ എതിരാളികൾക്ക് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു പോർട്രയിൽ അതിനകത്ത് വരും. അങ്ങനെ ആ ഒരു വിഷയം അതിനകത്ത് വരുന്നുണ്ടോ? അതോടൊപ്പം നീ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ദേശീയത ഹൈന്ദവ ദേശീയതയായി മാറുന്ന ഒരു വിഷയം വരുമ്പോൾ അതും BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പദ്ധതികളിലാണെങ്കിൽ പോലും വികസന പദ്ധതികൾക്ക് പോലും ആ രീതിയിൽ പേരുകൾ ഇടുന്ന ഒരു ഹൈന്ദവ നാമങ്ങൾ പേരുകൾ ഇടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിമർശനങ്ങളെല്ലാം ഉയർന്നു വരികയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ലോകത്തിന് മുന്നിൽ ആ രീതിയിലേക്കുള്ള ഒരു പോർട്രയൽ കൊടുക്കാൻ കൃത്യമായിട്ട് ഇത്രയും കാലം കൊണ്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യ ആവുമ്പോൾ അത് പൂർണ്ണമാകുന്ന ഒരു ചിത്രം കൂടിയാണ് കാണുന്നത്. അതും എങ്ങനെ മറികടക്കാനാകും? ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ അതിൽ പോലും നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇന്ത്യ മുന്നണി ചെന്നുപെടുന്നുണ്ടോ? അത് വളരെ കൃത്യമാണ്. അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇന്ത്യ മുന്നണി പെട്ടു നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ആ ആശയക്കുഴപ്പത്തെ എങ്ങനെ കൃത്യമായി മറികടക്കണം എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വഴി അവരുടെ മുന്നിൽ തെളിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് നരേന്ദ്രമോദി ഒരു മത ചടങ്ങിനെയോ ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതത്തിൻ്റെ കൂടി ഒരു മതത്തിൻ്റെ തലവനും രാഷ്ട്രത്തിൻ്റെ തലവനും ഒന്നാവുക എന്ന് പറയുന്നത് എപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയം ലോകത്തെവിടെയും റൈറ്റ് വിങ് പൊളിറ്റിക്സ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. റിലീജിയനെ എപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തിയിരിക്കും. അത് തമ്മിൽ ഉള്ള ഒരു അഭേദ്യമായ ബന്ധം നിലനിർത്തുക തന്നെയും അങ്ങനെ തന്നെയാണ് നേരത്തെ ബി ജെ പി പരസ്യമായി തന്നെ അതൊരു രഹസ്യമായ ഒരു വിഷയമോ ഒന്നുമല്ല. അത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് വളരെ കൃത്യമായി BJP കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിൽ നിന്ന് അല്പം മാറി നിന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അവർ മുമ്പ് തുടക്കം മുതൽ പറഞ്ഞിരുന്ന അതേ ഐഡിയോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ ഒരു ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അത് രാജ്യവിരുദ്ധമായി മാറുന്ന ഒരു പുതിയ രീതി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നറേറ്റീവ് വന്നതുപോലെ തന്നെ എങ്ങനെയാണോ ആ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായും മതത്തിൻ്റെ പ്രതിനിധിയായും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മാറുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങൾ പോലും ഒരു തരത്തിൽ അത് മതത്തിനെതിരെയുള്ള വിമർശനമായി അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനെതിരെയുള്ള വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടാം. നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്നവർക്ക് പോലും ശക്തമായ രീതിയിൽ വിമർശിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒരു പ്രധാനമന്ത്രി പങ്കെടുത്തതിന് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ഞങ്ങളുടെ മതത്തിൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള ആദരവല്ലേ അദ്ദേഹം കാണിക്കുന്നത്, അതിലെന്തിനാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സാധാരണ വിശ്വാസികളിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മറ്റു പാർട്ടികൾക്ക് ഒരു പരിധി വിട്ടിട്ട് നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ശ്രീരാമ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയോ ഒന്നും എതിർക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എതിർത്താൽ എന്താവും അവസ്ഥ? അതൊക്കെ കൊണ്ടാണ് ഈ മറ്റു പല പാർട്ടികളും ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ഇതിനോട് യോജിപ്പുണ്ട്, തൽക്കാലം വരുന്നില്ല, ഇത് രാഷ്ട്രീയ അജണ്ട ആയതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൽ നിന്ന് അകലം പാലിക്കാൻ എവിടം വരെ അവർക്ക് അടുക്കാം, എവിടം വരെ അകലം പാലിക്കണം എന്നുള്ളതിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അതിശക്തമായി തന്നെ അത്തരം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനൊരു കൺഫ്യൂഷനിലേക്ക് ഈ പാർട്ടികളെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് മുൻകൂട്ടി കണ്ട് അതിന് കൃത്യമായ ആസൂത്രണം ചെയ്ത് ആ വഴിയിലേക്ക് എങ്ങനെയാണോ BJPയും നരേന്ദ്രമോദിയും ഉദ്ദേശിച്ച അജണ്ടയിലേക്ക് ഒരൊറ്റ കുറച്ച് നാളുകൾ കൊണ്ട് ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ അവരുടെ ഒരു വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയം മാത്രമല്ല, ഇത് ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു പൾസ് ഒരു വൈബായിട്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ നിൽക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യ എന്നുള്ള ഒരു പോർട്രയൽ എന്ന് പറയുന്നത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വിദേശ ഇന്ത്യക്കാരുടെ ഇടയിൽ, പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ, അതായത് ഇത് ഇന്ത്യക്കകത്ത് മാത്രം നിൽക്കുകയല്ല, പുറത്തുള്ള വിദേശ ഇന്ത്യക്കാരുടെ അടുത്തുപോലും വലിയ സ്വാധീനം ചെലുത്താൻ അയോധ്യ പ്രതിഷ്ഠയ്ക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബുദാബി ക്ഷേത്രം വരികയാണ്. ഫെബ്രുവരി അടുത്ത മാസം 14-ാം തീയതി ക്ഷേത്രം UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ അക്ഷർധാം ക്ഷേത്രം ഒരുങ്ങുന്ന ഒരു അടുത്ത മാസം 14-ന് മൂർത്തി പ്രതിഷ്ഠ നടക്കുകയും ചെയ്യും. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ UAE സന്ദർശനത്തിന് അന്നാണ് അബുദാബിയുടെ അന്നത്തെ കിരീടാവകാശി ഇപ്പോഴത്തെ UAE പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ക്ഷേത്രം പണിയുന്നതിനായി സ്ഥലം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ഷേത്രം വരുമ്പോൾ ഇത്രയും അധികം ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് UAE. ആ ഒരു ക്രെഡിറ്റ് കൂടി
സ്വാഭാവികമായിട്ട് ആ ഒരു മൈലേജ് കൂടി BJPക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ലേ? അപർണ, നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഇന്ത്യയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളായ ആളുകൾക്ക് ആ മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എന്ന തരത്തിലേക്ക് ഇതിനെ എങ്ങനെയാണോ ഇതുവരെ പ്രധാനമന്ത്രി മാത്രമായിരുന്ന രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്ന മോദിയെ ആ തരത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഇതും. ഫെബ്രുവരി 14 ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അബുദാബിയിലെ ഈ ക്ഷേത്രം ഇത് 55,000 അടി വിസ്തൃതിയിലുള്ള 27 ഏക്കർ സ്ഥലമാണ് അന്ന് നൽകിയത്. പ്രത്യേകിച്ച് ഓർക്കണം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം 34 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിമാരും UAE സന്ദർശിച്ചിരുന്നില്ല. UAEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ലോകത്തെ ഒന്നാമത്തെ രാജ്യം UAE ആണ്. UN-ന്റെ കണക്കനുസരിച്ച്, ഇതെല്ലാം കൃത്യമായ കണക്കുകൾ, UN-ന്റെ കണക്കാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. ആ കണക്കനുസരിച്ച് 35 ലക്ഷം ആളുകളാണ് UAEയിലുള്ളത്. 27 ലക്ഷം പേർ അമേരിക്കയിലും 25 ലക്ഷം പേർ സൗദി അറേബ്യയിലുമാണ്. മറ്റ് ജനസംഖ്യയിൽ ഇന്ത്യക്കാർ 35 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രം അവിടെ നിർമ്മിക്കുന്നു. അത് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ്, ബാബ്സ് എന്ന് പറയുന്ന ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭോജൻവാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സംസ്ഥ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം, നേരത്തെ അതോടൊപ്പം ഡൽഹിയിലെയും അക്ഷർധാം ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ ഒരു ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന 2 പ്രധാന കേന്ദ്രങ്ങളാണ്. ആരാധനാലയം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളല്ലാത്തവരടക്കം സന്ദർശിക്കുന്ന വലിയ നിർമ്മിതികളാണ് ഡൽഹിയിലായാലും നിർമ്മിച്ചിരിക്കുന്നത്, അക്ഷർധാം ഗുജറാത്തിലായാലും നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ അക്ഷർധാമുമായി ബന്ധപ്പെട്ട ഭീകരവാദി ആക്രമണവും അതിനെതിരെ മോദി സ്വീകരിച്ച നിലപാടുകളുമൊക്കെയാണ് ആ കാലത്ത് മോദിയെ ഒരു വലിയ ശക്തിയിലേക്കൊക്കെ ഉയരാൻ സഹായിച്ച ഘടകങ്ങളിൽ ഒന്നായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുമായി വളരെ ആത്മീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിലടക്കം വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സെൻറ്ററുകളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയായ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്ഷേത്രം UAEയിൽ വരുന്നു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത്, ഒരു മുസ്ലിം രാജ്യത്ത്, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഹൈന്ദവ ക്ഷേത്രം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇതൊരു ലോക സമസ്ത സുഗുണ ഭവന്തു എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം, ലോകത്തിൻ്റെ ആകെ സമാധാനത്തിന് വേണ്ടിയുള്ള ക്ഷേത്രമായി അവതരിപ്പിക്കപ്പെടുന്നു. ലോകവേദിയിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു ആചാര്യൻ എന്നതിൽ ഇതുകൂടി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ശ്രമം, അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ അവിടെയും ഫെബ്രുവരി 14 ചടങ്ങ് തന്നെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ചടങ്ങാക്കി മാറ്റാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് വളരെ കൃത്യമായി മാറ്റാൻ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം മുന്നിൽ വെക്കുന്ന ഒരു വലിയ ചെക്ക് കൂടിയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ